രാജസ്ഥാനിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിന് പിന്നാലെ പ്രതിയായ വിദ്യാർത്ഥിയുടെ വീട് ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തു. ഉദയ്പൂർ ജില്ലാ ഭരണകൂടത്തിന്റേതാണ് നടപടി. വിനീത വീജ് ചേരുന്നു. വിനീത, എന്താണ് ഈ നടപടിക്ക് അടിസ്ഥാനം? വിനീത, ഉന്മേഷ്, കഴിഞ്ഞ ദിവസമാണ് ഇരു വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾ തമ്മിൽ സ്കൂളിൽ വെച്ച് അടിപിടി ഉണ്ടാകുന്നത്. ആ അടിപിടി പിന്നീട് ഒരു കത്തിക്കുത്തിലേക്ക് എത്തുകയും ഒപ്പം തന്നെ ഒരു 10ാം ക്ലാസ്സുകാരന്റെ തുടയിൽ മറ്റൊരു വിദ്യാർത്ഥി സഹപാഠി കത്തികൊണ്ട് കുത്തുകയും ചെയ്തു. ഈ വിദ്യാർത്ഥി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി സഹപാഠിയെയും ഒപ്പം തന്നെ കുട്ടിയുടെ പിതാവിനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ അടിപിടി പിന്നീട് ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്കാണ് ഉദയ്പൂരിൽ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. ഇപ്പോൾ നിരോധനാജ്ഞ ഉൾപ്പെടെയാണ് പോലീസ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒരു സംഘം സംഘർഷത്തിന്റെ ഭാഗമായി ഒരു സംഘം ആളുകൾ അവിടെ എത്തുകയും കാറുകൾ കത്തിക്കുകയും ഒപ്പം തന്നെ കടകൾ അടിച്ചു തകർക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ആ മേഖലകളിലൊക്കെ കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം, ഈ പ്രതിയായ വിദ്യാർത്ഥിയുടെ വീട് തകർത്തു എന്നുള്ളതാണ്. ബുൾഡോസർ കൊണ്ടുവന്നാണ് അധികൃതർ ആ വീട് തകർത്തത്. ഉദയ്പൂർ ജില്ലാ ഭരണകൂടത്തിന്റേതാണ് ഈ നടപടി. ഇതിൽ ജില്ലാ ഭരണകൂടം നൽകുന്ന ഒരു വിശദീകരണം, ഈ പ്രതിയായ കുട്ടിയുടെ വീട് നിർമ്മിച്ചിരിക്കുന്നത് അനധികൃതമായിട്ടായിരുന്നു എന്നാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന വിശദീകരണം. ഒപ്പം തന്നെ വനമേഖലയിലായിരുന്നു ആ വീടെന്നും അവർ ആരോപിക്കുന്നുണ്ട്. ഈ സംഭവങ്ങളുടെ പിന്നാലെയാണ് ഇപ്പോൾ പ്രതിയായ ആ കുട്ടിയുടെ വീട് അധികൃതർ നേരിട്ടെത്തി ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുന്നത്. വിനീത വി ജി, ഡൽഹിയിൽ നിന്ന്.